വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് മുതൽ വിശുദ്ധമായ മുഹറം പുതിയൊരു വർഷം കൂടി നമ്മളിലേക്ക് പിറക്കുകയാണ്. 1446 ഹിജറ വർഷം ഇന്ന് മുതൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹിജറയുമായി ബന്ധപ്പെട്ട് നാം കണക്കാക്കി പോരുന്ന പരിശുദ്ധമായ ഹിജറ വർഷാരംഭം ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ നിഖില മേഖലകളെയും ഇത് ടച്ച് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഹിജറ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗപൂർണമായ മക്കയിലെ ജീവിതം, ശത്രുക്കളുടെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അതുപോലെ വിമർശനങ്ങളും എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. തൻ്റെ കൂടെ വിശ്വാസികളായ സ്വഹാബത്തും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാറി തൻ്റെ പ്രബോധന ഉറവിടം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നല്ലൊരു ലക്ഷ്യമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ പരിപൂർത്തീകരണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്ത് പലരും ഈ ഹിജ്റയെ ഒളിച്ചോട്ടമെന്നും അതുപോലെ മറ്റ് പല നിലക്കും വ്യാഖ്യാനിക്കുന്നതും യഥാർത്ഥത്തിൽ അതൊരിക്കലും നമുക്ക് ഭൂഷണമല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനത്തെ നമ്മൾ അംഗീകരിക്കുന്നവരുമല്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളിൽ വായിക്കപ്പെടാൻ കഴിയുന്ന വളരെ നല്ല രൂപത്തിലുള്ള, എന്നാൽ ത്യാഗങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് മാറി നിന്ന് സന്തോഷത്തോടെ പ്രബോധന ദൗത്യത്തിനു വേണ്ടിയുള്ള ഒരു പ്രക്രിയയായിരുന്നു. അത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഹിജ്റ ആണ് നമ്മുടെ പുതുവത്സരം. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ 1 മുതൽ 10 വരെയും വളരെ പ്രാധാന്യമുള്ളതാണ്. 9, 10 തീയതികളിൽ വിശുദ്ധമായ നോമ്പനുഷ്ഠിക്കലിന് ഏറെ പുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിനരാത്രങ്ങൾ അത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ, അവൻ്റെ പ്രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അള്ളാഹു തുണ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.